അടുത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടൺ എല്ലാം ഒന്ന് പറഞ്ഞുതരാം. ഇത് പവർ ബട്ടണാണ്. സിംഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓൺ ആവും. വണ്ടി ഓഫ് ചെയ്യണമെങ്കിലും പവർ ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 അല്ലെങ്കിൽ 3 സെക്കൻഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വണ്ടി ഓഫ് ആവും. പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യണം. അല്ലാതെ പ്രസ് ആൻഡ് ഹോൾഡ് ഓപ്പൺ ചെയ്യാൻ ഒറ്റ പ്രസ്. ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാൻഡ് ഇട്ടിട്ട് വെച്ച് പോയി കഴിഞ്ഞാൽ ഒരു 20 സെക്കൻഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. സ്റ്റാൻഡ് ഇട്ട് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ 20 സെക്കൻഡ് ഓഫ് ആക്കാതെ ഓഫ് ആവും. പിന്നെ ഹാൻഡിൽ ഇടത്തോട്ട് ഫുള്ള് ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡിൽ ഓഫ്. ഇപ്പോഴും ചേട്ടാ ഇങ്ങനെ വെച്ചിട്ട് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡിൽ ഓഫ്. പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് ഈ പാർക്കുള്ളപ്പോൾ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ. ഹാൻഡിൽ ഓഫ് ആണ്. ഓക്കെ. ഹാൻഡിൽ ലോക്ക് മാറണമെങ്കിൽ പവർ ബട്ടൺ പ്രസ് ചെയ്യുക, പാസ്വേഡ് അടിക്കുക, അൺലോക്ക് ചെയ്യുക. ഓക്കെ. ഹാൻഡിൽ ലോക്ക് മാറും. ഇതേ കണക്ക് തന്നെ സ്റ്റാൻഡിൽ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇടത്തോട്ട് ഫുള്ളും ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഓഫ് ആവും. ഹാൻഡിൽ ലോക്ക് ആയി. നമ്മൾ ഇത് ചെയ്തില്ലെങ്കിൽ 20 സെക്കൻഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹാൻഡിൽ ലോക്ക് ആവും. ഓക്കെ. അതായത് നമ്മൾ സ്റ്റാൻഡിൽ വെച്ചിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ചരിച്ച് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ 20 സെക്കൻഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി. ഓക്കെ. ലോക്കും ഇത് സ്ക്രീൻ ഓഫ് ആവും, ഹാൻഡിൽ ലോക്ക് ആവും. ഹാൻഡിൽ ലോക്ക് ചെയ്യണമെങ്കിൽ ഫുള്ള് ചരിച്ച് വെക്കണം. അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ഹാൻഡിൽ ലോക്ക് ആകത്തില്ല. ഓക്കെ. ഞാൻ നേരത്തെ ഓഫ് ചെയ്തിട്ട് ചേട്ടൻ കയറിയപ്പോൾ ഹാൻഡിൽ ലോക്ക് അല്ലായിരുന്നു. ഓക്കെ. അടുത്ത് ബ്രേക്ക് ഒന്ന് പ്രസ് ചെയ്യാം സാർ. ഏതെങ്കിലും ഒരു ബ്രേക്ക് ഒന്ന് പ്രസ് ചെയ്യാം. പവർ ബട്ടൺ സിംഗിൾ പ്രസ് ചെയ്യാം, ഒറ്റ പ്രസ്. കണ്ടോ, നോർമൽ മോഡായിട്ടുണ്ട്. 82% എത്ര കിലോമീറ്റർ ഓടുമെന്നുള്ളത് 119. ഓക്കെ. നോർമൽ മോഡിൽ നിന്ന് വേറെ മോഡ് മാറ്റാനായിട്ട് ഈ മോഡിൻ്റെ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. കണ്ടോ, ഹൈപ്പറായിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ലോങ് പ്രസ് ചെയ്യാവും. എക്കോ മോഡ്. എക്കോ മോഡിലാണ് ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്നത്. ഇത്രയാണ് ഈ വരുന്നത്. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിന് കുറയ്ക്കാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മോഡ് ചേഞ്ച് ചെയ്യാൻ ഒരു ഇഷ്യൂസ് ഇല്ല. അടുത്ത് വണ്ടിയുടെ കോൾ, നമ്മളിപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്നുണ്ടെങ്കിലോ സൗണ്ട് കുറയ്ക്കാനും കൂട്ടാനും ഇതിൽ നിന്ന് ചെയ്യാം. അടുത്ത് കുറയ്ക്കാനും. അടുത്ത് സാറിന് കോൾ വരികയാണെങ്കിൽ പ്രസ് ദിസ് ടു അക്സെപ്റ്റ്, ദിസ് ടു ഡിക്ലൈൻ എന്നുള്ള ഓപ്ഷൻ. അത് അക്സെപ്റ്റും ഡിക്ലൈനും ചെയ്യാം. അടുത്ത് കോൾ ഹോൾഡ് ചെയ്യാനും മ്യൂസിക് പാസ് ചെയ്യാനും റിസീവ് ചെയ്യാനും എല്ലാത്തിനും ഈ ബട്ടൺ. ഇത്രയും ഓക്കെ ആണല്ലോ. ഓക്കെ. ഇത് ഇപ്പുറത്തെ സൈഡിൽ വരുന്നത് ഹെഡ് ലാമ്പാണ്. വണ്ടി അൺലോക്ക് ആയിരിക്കുമ്പോൾ ഒരു ഹെഡ് ലൈറ്റ് ഓൺ ആയിരിക്കും, ലോ ബ്രൈറ്റ്. കണ്ടോ, ഡിം എപ്പോഴും ഓൺ ആയിരിക്കും. അതൊന്ന് പ്രസ് ചെയ്യാം സാർ. ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. അതിനൊന്ന് ലോങ് പ്രസ് ചെയ്ത് ഈ റെഡ് വണ്ടിയിലുള്ള ഒരു ചുറ്റുമുള്ള ലൈറ്റ് ഉണ്ട്, അത് കത്തും. അത് കത്തുമ്പോൾ ഇവിടെ ലോങ് പ്രസ് ചെയ്യാം. കണ്ടോ, ഈ ഒരു ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ആ ചുറ്റുമുള്ള ലൈറ്റ് കൂടെ കത്തിയിട്ടുണ്ട്. അത് കാണിച്ചു പറഞ്ഞു. അടുത്ത് വണ്ടിയിൽ ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. 20 km/h സ്പീഡ് പോയി കഴിഞ്ഞിട്ട് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതേ സ്പീഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഹൈവേയിൽ പോകുമ്പോൾ ഉപയോഗിക്കാം. 20 km കഴിഞ്ഞാലേ പറ്റുള്ളൂ, 80-നകത്ത്. ഓക്കെ. അടുത്ത് റിവേഴ്സ് മോഡുണ്ട്. ഏതെങ്കിലും ഒരു മോഡ് എന്ന് പറയുമ്പോൾ ഈ 00 ആയിരിക്കുന്ന സമയത്താണ് മോഡായിട്ടുള്ളത്. ഓക്കെ. റിവേഴ്സ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. സൗണ്ട് ഉണ്ട്, കണ്ടല്ലോ. ഇനി ബ്രേക്കിന് കൈ എടുത്തിട്ട് ആക്സിലേറ്റർ ഫ്രണ്ടിലോട്ട് കൊടുക്കണം. കണ്ടോ, റിവേഴ്സ്. ഓക്കെ. റിവേഴ്സ് മാറാനായിട്ട് ഈ ബട്ടൺ തന്നെ പ്രസ് ചെയ്യാം. ഓക്കെ. ഇത്രയാണ് ഇതിൽ ഈ 2 കൺട്രോൾസും വരിക. അടുത്ത് ഇൻഡിക്കേറ്ററാണ്. നമ്മൾ ഇതിൽ തന്നെ ഓട്ടോ ടേൺ ഓഫ് ഇൻഡിക്കേറ്റർ ഉണ്ട്. ടേൺ ഓഫ് അല്ല, അതിപ്പോൾ ഓണല്ല, നമുക്ക് ഇനേബിൾ ചെയ്യാം. പറഞ്ഞുതരാം. ടേൺ ഓഫ് ഇൻഡിക്കേറ്റർ ഓൺ ആക്കി കഴിഞ്ഞാൽ ഷാർപ്പായിട്ടുള്ള ഒരു ടേൺ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ്. അല്ല, ഓഫ് ആയില്ല എന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റർ ഓൺ ആക്കി കഴിഞ്ഞാൽ ആദ്യം തന്നെ പ്രസ് ചെയ്ത് ഓഫ്. ഓക്കെ. ഇത്ര ഓക്കെ ആണ്. ഇത് പോകും. ഇതിനെ ഇനി ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സാറിന് 4 ഇൻഡിക്കേറ്റർ കത്തിക്കണം. എന്ന് പറയുമ്പോൾ ഈ നല്ല മഴയുള്ള സമയത്ത് വലിയ വണ്ടിയൊക്കെ നമ്മളെ മഞ്ഞ ലൈറ്റ് ഉണ്ടെങ്കിൽ നോട്ടീസ് കളിപ്പോൾ വേണമെങ്കിൽ അത് യൂസ് ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ ലോങ് പ്രസ് ചെയ്താണ്. ഓക്കെ. ബട്ടണെല്ലാം ഓക്കെ. സാറേ, ഇതിൽ കൺട്രോൾസ് വരുന്നുണ്ട്. സ്ക്രീനിൽ നമുക്ക് വണ്ടിയുടെ പെർസെൻറ്റേജ്, വണ്ടി ഓടാത്ത സമയത്ത് മാത്രമേ ഇത് അറിയാൻ പറ്റുള്ളൂ. ടച്ച് ചെയ്ത് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് അറിയാം, എത്ര കിലോമീറ്റർ ഓടുന്നത്, മോഡ് ഏതാണെന്ന് കാണിക്കും, ടൈം കാണിക്കും. ഇതിലൊന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വേഡ്ജറ്റ് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാനുണ്ടോ. പവർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം പവർ കൺസ്യൂം ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും. അത് നമുക്ക് വെച്ചിട്ട് നമ്മളിപ്പോൾ എത്ര യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്ന്, പക്ഷേ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ എത്രത്തോളം കറണ്ട് ബാറ്ററിയിൽ നിന്ന് എടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇത് ആദ്യം ഇനിഷ്യലി കൂടുതലായിരിക്കും. കൊടുക്കുമ്പോൾ ഒരു 2.5-3 ഒക്കെ കയറിപ്പോവും. 2.5-3 ഇട്ട് കഴിഞ്ഞാൽ വന്നിട്ട് നമ്മൾ എടുത്തിട്ട് വീണ്ടും ഒന്ന് കൊടുക്കുമ്പോൾ 2.5 എന്നുള്ള 1.3 നിൽക്കും. അപ്പോൾ ആ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ റേഞ്ച് ബെറ്റർ ആയിട്ട്. അങ്ങനെ എന്ന് പറയുമ്പോൾ ഇപ്പം തന്നെ ചിലപ്പോൾ വണ്ടി എടുക്കുന്ന സമയത്ത് അത്യാവശ്യം കൈ കൊടുക്കും, കാര്യമായിട്ട് കൈ കൊടുത്താലേ പോകും. ഈ രീതി ഇത്രയും കൈ കൊടുക്കുമ്പോൾ ഒരു 2.5 പവർ കയറും. ഈ മാർക്കിങ് 2.5 പവർ കയറും.
2.5 പവർ കയറി നിൽക്കുന്ന സമയത്ത് തന്നെ കൈ എടുത്തിട്ട് വീണ്ടും അതിൻ്റെ പാതി കൊടുക്കുമ്പോൾ തന്നെ ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യും. പവറും ഇത് എടുക്കുന്ന കുറവായിരിക്കും, പിടിയിട്ട്. അപ്പോൾ ആ രീതിയിൽ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ റേഞ്ച് നമുക്ക് ബെറ്റർ ആയിട്ട് കിട്ടും. നമ്മളൊരു 45 മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ കുറച്ചുകൂടെ റേഞ്ച് കിട്ടും. ഈ 45 എത്തിയിട്ട് നമ്മൾ എടുത്തിട്ട് കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വേറെയുള്ള ഓപ്ഷൻസ് ഇതിൽ വേറെയുള്ള ഓപ്ഷൻസ് നമുക്ക് ടോർക്കുണ്ട്. കാർബണിൻ്റെ വെച്ചാൽ എത്രത്തോളം സാറ് സേവ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്, പെട്രോൾ അടിക്കുന്നതിനായിട്ട് എത്രയായിട്ട് വ്യത്യാസം. ഇത് കുറച്ചുകൂടെ ഉപയോഗമുള്ളതുകൊണ്ടാണ് ടോർക്ക്. നമ്മളിപ്പം അതേ സംഭവം തന്നെയാണ്. ഇത് എത്ര എത്ര ട്രിപ്പ് ഓടി ഈ മാസം അത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് മ്യൂസിക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഏത് മ്യൂസിക് ബ്ലൂടൂത്ത് ഇതിപ്പോൾ ഇങ്ങനെ ആയിരിക്കും. ഇപ്പോൾ ഇതാണ് ഡിഫോൾട്ട് ഉള്ളത്. പ്രസ് ആൻഡ് ഹോൾഡ്. ഇതിപ്പം ഇതിട്ടാലേ നമുക്ക് എവിടെയാണ് അളവ് കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ കിട്ടും. ഇതിൽ തന്നെ ഇങ്ങോട്ട് പോകും. ഇങ്ങോട്ട് പോകുന്ന മ്യൂസിക് നമ്മൾ കണക്ട് ചെയ്താൽ മ്യൂസിക്കിൻ്റെ അത് അവിടെ കാണിക്കില്ല. ഇല്ല, മ്യൂസിക്കിൻ്റെ അത് ഇതിൽ കാണിക്കില്ല. മ്യൂസിക് നമ്മൾ എപ്പോഴും ഇടുന്ന അല്ല സാറേ, മ്യൂസിക് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് സാറിന് ഇട്ടിട്ട് മ്യൂസിക് പ്ലേ പാസ് കൊടുക്കാം. അല്ല ഇതുപോലത്തെ സംഭവമാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ സാറിന് ഇഷ്ടമുള്ളത് സാറ് ചൂസ് ചെയ്ത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ സാറിന് കണ്ടോ ഇഷ്ടമുള്ള തീം സെലക്ട് ചെയ്യാൻ പറ്റും. തീമിന് സൗണ്ട് വേണമെങ്കിൽ സൗണ്ട് കൊടുക്കാം. ഓട്ടോ ആയിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ ഓട്ടോ കൊടുക്കാം. അതാകുമ്പോൾ ഡേ ടൈമിൽ ഡേയും നൈറ്റ് ടൈമിൽ ഡാർക്കോ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക, അപ്ലൈ കൊടുത്താൽ മതി. ഇത്രയാണ് സ്ക്രീനിൽ ഫ്രണ്ടിലുള്ള കാര്യം. സിംഗിൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ്റെ ഫെസിലിറ്റി ഉണ്ട്. കൊടുത്തിട്ട് ഇഷ്ടമുള്ള ലൊക്കേഷൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലൊക്കേഷനിലേക്കുള്ള ഗൈഡ് ലൈൻ കാണിക്കും. നെറ്റ് ഓൺ ഉണ്ട്. ഇതിൽ നെറ്റ് ആൾറെഡി 1 GB പെർ ഡേ സിം ഉണ്ട്. ഫ്രീ ആയിട്ട് വേറെ ചാർജസ് നിലവിൽ ഇതുവരെ ചാർജസ് ഒന്നുമില്ല. ഒരു 3-3.5 വർഷമായി ഇതുവരെ ചാർജ് ഈടാക്കിയിട്ടില്ല. അടുത്ത് സാറിന് ഡെയിലി 1 GB തന്നെ ഉണ്ട്. ഇതിലുണ്ട്. അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ചെയ്യാം, അല്ലാതെ വേണമെങ്കിലും ചെയ്യാം. സാറിൻ്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് ചെയ്യാം. അടുത്ത് വൈഫൈ ക്വിക്ക് ആക്സസ് ആയിട്ട് വൈഫൈ ആണെങ്കിൽ വൈഫൈ, ബ്ലൂടൂത്ത് ആണെങ്കിൽ ബ്ലൂടൂത്ത്, ഡാർക്ക് തീം ആണെങ്കിൽ ഇവിടെ നിന്ന് ഓൺ ആക്കാൻ പറ്റും. കണ്ടോ? എന്നിട്ട് മൂഡ് സൗണ്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നേരത്തെ കാണിച്ചില്ലേ, സൗണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാമെന്നുള്ളത്. ആ സൗണ്ട് വേണമെങ്കിൽ ഇവിടെ നിന്ന് യൂസ് ചെയ്യാം, ഡിസേബിൾ ചെയ്യാം. സൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ മോട്ടറിൻ്റെ സൗണ്ട് നേരത്തെ ഒരു തീമിൽ ഒരു സൗണ്ട് കേൾപ്പിച്ചു, അത് വേണമെങ്കിൽ ഓൺ ഓഫ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാം. അടുത്ത് സേഫ്റ്റി ലൈറ്റ് ഉണ്ട്. 4 ഇൻഡിക്കേറ്റർ നേരത്തെ പറഞ്ഞില്ലേ, ആ സെലക്ഷൻ ഇപ്പോൾ ഇട്ടായിരുന്നു. ഇതല്ല കണ്ടോ, എല്ലാ ഇൻഡിക്കേറ്ററും ഓഫ് ചെയ്യാനായിട്ട് ഇവിടെ തന്നെ കൊടുത്താൽ. പിന്നെ അടുത്ത് വീണ്ടും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇൻഡിക്കേറ്ററിൻ്റെ കയ്യിൽ ഇവിടെ ഉണ്ട്. ലോങ് പ്രസ് ചെയ്താൽ 4 കത്ത്. ഇടത്തോട്ടും വലത്തോട്ടും പോകണം. ഇത് ഇടത്തോട്ട് വലത്തോട്ട്, ഇടത്തോട്ട് വലത്തോട്ട്. അടുത്ത് ബ്ലൂടൂത്തിൽ പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അറിയാൻ പറ്റും. ഇവിടെ പാർട്ടിയുടെ സിമ്പലുണ്ട്. വണ്ടി ഓഫ് ആണെങ്കിൽ, ഓഫ് മീൻസ് മോഡൊന്നും അല്ല എന്നുണ്ടെങ്കിൽ പാർട്ടി മോഡ് ഇടാൻ പറ്റും. അപ്പോൾ ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് ഓരോരോ ബീറ്റ് അനുസരിച്ച് ബ്ലിങ്ക് ചെയ്യും, വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. എക്കോ, നോർമൽ, സ്പോട്ട്, ഹൈപ്പർ, ഈ 4 മോഡിലും എത്ര കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം എന്നുള്ളത് ഇവിടെ അറിയാം. ആവറേജ് സ്പീഡ് സാർ ഓടിയത്, ടോപ്പ് സ്പീഡ് എത്ര കയറി, എത്ര റീജനറേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്, എത്രത്തോളം എഫിഷ്യൻസിന് സാർ ഓടിച്ചിട്ടുണ്ട്, ഇത്ര ഇവിടെ നിന്നറിയാം. വെഹിക്കിൾ സ്റ്റാറ്റസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 82% എല്ലാ മോഡും എത്ര കിലോമീറ്റർ ഓടി. അടുത്ത് വണ്ടിയുടെ മോട്ടറിൻ്റെ ടെമ്പറേച്ചർ കിട്ടും. ഇത് സർട്ടിഫൈഡ് റേഞ്ചാണ്. അതുവരെ വേണമെങ്കിൽ ഗ്രാബ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഓടിക്കുന്ന എന്ന് വെച്ചാൽ അതുവരെ വേണമെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഓടിക്കുന്ന പോലെ 70 കിലോ ഉള്ള ഒരാൾ വെച്ചിട്ടുള്ള റേറ്റാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. വെയിറ്റ് കൂടുന്നുണ്ടെങ്കിൽ റോഡിൻ്റെ കണ്ടീഷൻസ് കയറ്റം എല്ലാം ബാധിക്കും. പിന്നെ ഇത് ടയർ പ്രഷറൊക്കെ ടയർ പ്രഷർ 33 എയർ വേണമെങ്കിൽ എയർ, നൈട്രജൻ വേണമെങ്കിൽ നൈട്രജൻ വാങ്ങും. ഏത് വേണമെങ്കിലും ഒന്ന് എപ്പോഴും ഉപയോഗിക്കും. ഒന്നിൽ എയർ അല്ലെങ്കിൽ നൈട്രജൻ. 33. അടുത്ത് മോട്ടറിൻ്റെ ടെമ്പറേച്ചർ ഇല്ല, സ്പെയർ സ്കൂട്ടറിലൊന്നും വരില്ലല്ലോ. അടുത്ത് ബാറ്ററി ടെമ്പറേച്ചർ 35. ഒരു ഹൈപ്പർ ചാർജൊക്കെ ചെയ്യുമ്പോൾ ഒരു 40-42 ആവുന്നത് കുഴപ്പമില്ല. അതിന് പുറത്താണെങ്കിൽ ചാർജ് ചെയ്യാതിരിക്കുക. ആ സമയത്ത് എപ്പോഴും നോർമലായിരിക്കും, 100% നോർമലായിരിക്കും. എപ്പോഴും 35-40-42 നോർമലായിരിക്കും. ഹൈപ്പർ ചാർജിൽ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ബാറ്ററി ടെമ്പറേച്ചർ 42 ആവുകയാണെങ്കിൽ പിന്നെ സ്ലോ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിക്കാണ്. അല്ല, ചാർജിന് വേണ്ടി നിർത്തിയിട്ടിരുന്ന വണ്ടി അങ്ങനെ വരില്ല. ചാർജിന് വേണ്ടി ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കൊണ്ടിടുമ്പോൾ ബാറ്ററി ചൂടാകും. കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല.
ഒരു 42 ആയി കഴിഞ്ഞാൽ പിന്നെ പതുക്കെ ചാർജ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഫോണിനൊക്കെ ഒരു 80% കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നം. എന്ന് വെച്ചാൽ ഹൈപ്പർ ചാർജർ എന്ന് വെച്ചാൽ ടക്കന ചാർജ് കയറുന്ന സെറ്റപ്പ് അല്ലേ, അതുകൊണ്ട് ചൂടാണ്. അടുത്ത് മോട്ടർ ടെമ്പറേച്ചർ ഇപ്പോൾ 28.6, 50-55 ആവും. അത്യാവശ്യം കൈ കൊടുത്ത് നല്ല രീതിയിൽ ഓടുന്നുണ്ട്, നമുക്ക് നോർമലാണ്. ഇത്രയാണ് നിങ്ങൾക്ക് നമുക്ക് ടോട്ടലായിട്ട് അറിയേണ്ട കാര്യം. പിന്നെ ആൾ സെറ്റിങ്സ് എടുത്തിട്ട് ഇപ്പോൾ ഈ പറഞ്ഞെന്ന സംഭവം തന്നെ ഓരോന്ന് ഇതും അറിയാൻ പറ്റും. കാരണം ഓട്ടോ എന്ന് വെച്ചാൽ തീം ഓട്ടോമാറ്റിക് ആണോ, ലൈറ്റ് ആണോ, ഡാർക്ക് ആണോ, ബ്രൈറ്റ്നസ്, ഇപ്പോൾ ഇട്ട തീമുകൾ ഏതാണോ, ബ്ലൂടൂത്തിൻ്റെ അതേ സംഭവം തന്നെ. അടുത്ത് വൈഫൈയിലത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം, ഓൺ ആക്കിയിട്ട് വീട്ടിലുള്ള കണക്ഷൻ കണക്ട് ചെയ്യാം. സൗണ്ട്സ് നേരത്തെ ഇട്ട ഇൻഡിക്കേറ്ററിൻ്റെ സൗണ്ട്, അടുത്ത് ഈ മീഡിയയുടെ സൗണ്ട്, അതുപോലത്തെ കാര്യങ്ങൾ. അതെ, തീമിൻ്റെ സൗണ്ട്. അടുത്ത് കൺസെപ്റ്റ് മോഡ് എന്നുള്ള ഇതുണ്ട്. പക്ഷേ അവർ 8-9 വണ്ടി ഒന്നിച്ച് വെച്ചിട്ട് പേര് ഇത് പാട്ടുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത് നോക്കാം. അടുത്ത് ലൈറ്റ്സിൽ സേഫ്റ്റി ലൈറ്റ് എന്ന് പറയുമ്പോൾ ഈ 4 ഇൻഡിക്കേറ്റർ സംഭവം നേരത്തെ കാണിച്ചില്ല, അത് ഈ ചുറ്റുമുള്ള ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നോണാക്കാം. കണ്ടോ, എന്തുകൊണ്ട് ചെയ്യാം, സാറിൻ്റെ കാര്യം. ഓക്കെ, അടുത്ത് ഉണ്ട്. ഇതെന്ന് വെച്ചാൽ ഒരു ലുക്കിന് വേണ്ടി ചിലവർ ചെയ്യും. അടുത്ത് ടേക്ക് മീ ഹോം ലൈഫുണ്ട്. സാറ് വീട്ടിൽ രാത്രി വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് വണ്ടി ഓഫ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ പോയി ചെന്ന് ഡോർ അൺലോക്ക് ചെയ്യാനായിട്ട് ലൈറ്റ് ഇല്ലെങ്കിൽ 30 സെക്കൻഡ് ഇത് ഓണായിരിക്കും. വേണമെങ്കിൽ സാറിന് യൂസ് ചെയ്യാം. മനസ്സിലായില്ലേ? വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 30 സെക്കൻഡ് കാറിലൊക്കെ വരുന്ന ഫീച്ചർ. ഇത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടത്തില്ല. അല്ല സാറേ, ഇതിപ്പോൾ വീട്ടിൽ നമ്മൾ രാത്രി കൊണ്ടുവന്ന് വണ്ടി ഒരു പാർക്ക് ചെയ്യുമ്പോൾ വണ്ടി ഓഫ് ചെയ്യുമ്പോഴാണ് 30 സെക്കൻഡ് ഓണായിരിക്കും. കാറിലൊക്കെ ഉള്ള സെറ്റപ്പ് ഓട്ടോ ടേൺ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സാർ ഇതിൽ റീജനറേഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. സാർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ 90% താഴെ ആകുമ്പോൾ ഫ്രണ്ടിലോട്ട് ട്വിസ്റ്റ് കഴിഞ്ഞാൽ ബാറ്ററിയിലേക്ക് ചാർജിങ് കയറി വണ്ടി സ്ലോ പോകാം. അങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്യാം. എത്രയുള്ളൂ എന്ന് വെച്ചാൽ റീജനറേഷൻ ഇങ്ങനെ വിട്ട് കൊടുത്തില്ലെങ്കിൽ അതിങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരുന്നു. ആക്സിലേറ്റർ ഇങ്ങനെയാണ്. റീജനറേഷൻ എന്ന് പറയുമ്പോൾ ബ്രേക്കിന് പകരമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം. ആ ഉപയോഗിക്കുന്ന സമയത്ത് മോട്ടർ തിരിച്ച് ഇറങ്ങി ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യാം. അത് വേണമെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്യാം. അത് എപ്പോഴും ഡിഫോൾട്ടായിട്ട് ഒന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് ഇട്ടിരിക്കുക. അത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യുക. അതാകുമ്പം ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ന്യൂട്രലായിട്ട് പോകും പോലെ പോകും. മറ്റത് ഡിഫോൾട്ടായിട്ട് തിരിച്ച് കുറച്ച് കറങ്ങി ചാർജിങ് കയറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഡിഫോൾട്ടാണ് ഇപ്പം കിടക്കുന്നത്. വേണമെങ്കിൽ ഓണാക്കാം, ഓഫാക്കാം, എന്തുവേണം ചെയ്യാം. ഡിഫോൾട്ട് എപ്പോഴും കിടക്കുന്നതാണ്. പിന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ട്. സാറ് വീട്ടിൽ ചെന്നിട്ട് ഈ ആൾ സെറ്റിങ്സ് എടുത്ത് റൈഡിലെടുത്ത് ഇത് പ്ലേ ചെയ്യുമ്പോൾ ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഒരു 3-4 മിനിറ്റ് വീഡിയോ ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ ഹിൽ ഹോൾഡ് എന്താണ്, അതിലുള്ള സൗണ്ട് എന്താണ് മനസ്സിലാക്കുന്നത് എല്ലാവരും പറ്റും. വീട്ടിൽ ചെന്നാൽ അതൊന്ന് നോക്കാം. മാപ്പ് ഏത് വേണമെന്നുള്ള ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഇത് ഏതാണ് നല്ലത്? ഇപ്പം ബീറ്റ വെർഷനാണ് ഇനി വരെയുള്ളൂ. ഇതിപ്പോൾ ഇട്ടെന്നും പറഞ്ഞ് കുഴപ്പമില്ല. ഇത് ഓല മാപ്സാണ്, പ്രശ്നമാണ്. പിന്നെ ഇതിപ്പം ട്രസ്റ്റഡ് ആയിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന മാപ്പ്. ബീറ്റ വെർഷൻ ഇതേപോലത്തെ മാപ്പ് പോലത്തെ സംഭവങ്ങൾക്ക് പ്രശ്നമാണ് ഉള്ളത്. ഞാൻ എന്താണെന്ന് പറഞ്ഞത്. അടുത്ത് ബാറ്ററി സാറ് 10 ദിവസത്തിൽ കൂടുതൽ വണ്ടി എടുക്കുന്നില്ലെങ്കിൽ ഈ വെക്കേഷൻ മോഡ് ഓൺ ആക്കി വയ്ക്കുക. അതേ ചാർജ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ചെറിയ ഡ്രെയിനും ഉണ്ടാവും. പിന്നെ സാറ് ചാർജിലിടുമ്പോൾ രാത്രി കുത്തിയിട്ട് കഴിഞ്ഞാൽ രാവിലെ ഒന്ന് എടുക്കുമ്പോൾ ഒരു 3% വരെ കുറയും. അത് നോർമലാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തൊരു GPS സിമ്മുണ്ട്. ഈ സിമ്മ് വെച്ചിട്ടാണ് സാറിൻ്റെ വണ്ടിയിൽ എത്ര ചാർജ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ഫോണിൽ അറിയാൻ പറ്റും. ഓല ഇലക്ട്രിക് ആപ്ലിക്കേഷൻ. അടുത്ത് വണ്ടിയിൽ GPS ട്രാക്കിംഗ് ഉണ്ട്. അല്ലാതെ ഇതുണ്ടല്ലോ ബാറ്ററിയുടെ മാനേജ്മെൻറ്റ് സിസ്റ്റം, വണ്ടിയുടെ വെഹിക്കിൾ കൺട്രോൾ യൂണിറ്റ്, ഇതെല്ലാം 24/7 ഡാറ്റ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ വണ്ടിയുടെ സ്റ്റാറ്റസ് എന്താണ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ക്ലൗഡിൽ പോയി ചെക്ക് ചെയ്യാൻ നമുക്ക് ക്ലൗഡ് ചെക്ക് ചെയ്യാം. വണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 1-2% കുറയും. അത് നോർമലാണ്. രാത്രി കുത്തിയിടുക, രാവിലെ എടുക്കുക, ഒരു പ്രശ്നമല്ല. ഒരു 5 മണിക്കൊക്കെ ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ 8 മണിക്ക് വന്ന് എടുക്കുമ്പോൾ ഒരു 3% വരെ കുറയും. പിന്നെ വണ്ടി എടുത്ത് ഒരു 100 മീറ്റർ 200 മീറ്റർ ആകുമ്പോൾ വീണ്ടും 1% കുറയും. പിന്നെ നമ്മൾ ഓടുന്നതിന് അഗേൻസ്റ്റ് കുറയും. അത് നോർമലാണ്, പേടിക്കാം. അടുത്ത് ഈ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ഇതിൽ ടാമ്പർ ഡിറ്റക്ഷനാണ്. ഇത് വേണമെങ്കിൽ ഇനേബിൾ ചെയ്യാനുള്ളൂ. പക്ഷേ ഇനേബിൾ ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബീറ്റ വർഷം മാറിയിട്ട് ഉപയോഗിക്കാം, അതായിരിക്കും നല്ലത്. അടുത്ത് ഫാൾ ഡിറ്റക്ഷൻ അതുപോലെ ഇത് 2 ബീറ്റ മാറിയിട്ട് ചെയ്യും. അടുത്ത് ചേഞ്ച് പാസ്വേഡ് നമ്മൾ ഫോണിൽ മാറ്റുന്ന പോലെ തന്നെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി കൊടുക്കുക. ഇപ്പോൾ ഉള്ള പാസ്വേഡ് പുതിയ പാസ്വേഡ് ചെയ്യും. അടുത്ത് സാറിൻ്റെ ആപ്ലിക്കേഷൻ ത്രൂ തന്നെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് ചെയ്യാം. ആക്സസ് കൺട്രോൾ സാറ് ഏതെങ്കിലും മോഡ് വേണ്ട ഇന്ന ടൈമിന് ശേഷം ഓടണ്ടെന്നൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ അറിയാൻ പറ്റും. ഓഫ് ചെയ്തിടാം. അടുത്ത് ഈ വീട്ടിൽ ചെന്നിട്ട് ഈ വീഡിയോ കൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതല്ല ലേൺ മോർ അബൌട്ട് മൂവേഴ്സ്
ആകുമ്പോൾ ഇപ്പോൾ ഈ അപ്ഡേറ്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ടെന്ന് അറിയാം. എബൌട്ട് സാർ വണ്ടി എടുത്ത ഡേറ്റ്, എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നുള്ളത്. പിന്നെ ഗെറ്റ് ഹെൽപ്പ്, ഈ സപ്പോർട്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സർവീസ് സപ്പോർട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന് അറിയാം. ഈ നമ്പർ വിളിച്ചാൽ കിട്ടുമോ? വിളിച്ചാൽ കിട്ടും. BSNL സിം ആണെങ്കിൽ കിട്ടില്ല, വേറെ സിമ്മിൽ നിന്ന്. പിന്നെ ഇത് സിസ്റ്റം അപ്ഡേറ്റ് ഇപ്പോൾ ഇത് ഏതാണ്? ഇതിപ്പോൾ ഓട്ടോമാറ്റിക് ആണ്. MOS 4 ആണ് ഇപ്പോൾ ഉള്ള വർഷം. അത് ബീറ്റ അല്ലല്ലോ? ബീറ്റ് അല്ല, കാരണം MOS 4 വീഡിയോ ആണ്. മറ്റേ വീഡിയോ ഓപ്പൺ ആക്കി ഇതുപോലെ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ വീട്ടിൽ ചെന്നത്. അപ്പോൾ നേരത്തെ ആളൊന്ന് ബീറ്റ വെർഷൻ എന്ന് പറഞ്ഞാൽ അത് ബീറ്റ വെർഷൻ എന്ന് പറഞ്ഞത് നേരത്തെ കാണിച്ചില്ലേ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയിൽ ടാമ്പർ ഡിറ്റക്ഷൻ. ഇതിൻ്റെ ബീറ്റയാണ് ഇതിൻ്റെ ബീറ്റാണ് ആളെ ഇനേബിൾ ചെയ്തിട്ട്. കൊച്ചു പിള്ളേരൊക്കെ ഇല്ല, അവന്മാർ ഈ പുതിയ സംഭവം ഉണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ടാമ്പർ ഡിറ്റക്ഷൻ. വണ്ടി ഹാൻഡിൽ ലോക്കാണ്. ആരെങ്കിലും വന്ന് ഇങ്ങനെ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജും വരും, ഇതിൻ്റെ അകത്ത് സ്ക്രീനും ഉണ്ട്. പിള്ളേരാരെങ്കിലും ഇട്ട് വെച്ചായിരിക്കും, അങ്ങനെ പെട്ടുപോയി. അതാണ് വന്ന് നമ്മളവിടെ ഇരിക്കുന്നത്. അപ്പോൾ ബീറ്റ വെർഷനൊക്കെ ആലോചിച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ വണ്ടിയിൽ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാലും അതേപോലെ തന്നെയാണ്. ബീറ്റ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ട്രയൽ വെർഷനാണ്. എന്തെങ്കിലും പ്രശ്നം നമ്മളൊന്നും ചെയ്യേണ്ട, ഇതൊന്നും ചെയ്യേണ്ട, കറക്റ്റ് അപ്ഡേറ്റ് ആണ്. എന്ന് വെച്ചാൽ ഇതിൽ പോയിട്ട് ബീറ്റ എന്ന് കൊടുത്തിട്ടുള്ള സാധനമാണെങ്കിൽ ചെയ്യണം. പുതിയ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റൻറ്റ് എത്ര സമയം ഓണായി? നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് ഒരു 3 സെക്കൻഡ് ആവും. 2 ബ്രേക്ക് ഒരുമിച്ച് ഏതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്താലും മതി. ഒന്ന് അപ്ലൈ ചെയ്തു. അതിൽ വീഡിയോ കാണിക്കും. അപ്പോൾ അതിൽ ഫുള്ളായിട്ട് അതുണ്ട്, കാണുമ്പോൾ അത് ഫുള്ളായിട്ട് മനസ്സിലാവും. അത് നിരന്ന റോഡിൽ കിട്ടില്ലല്ലോ? നിരന്ന റോഡുകൾ ചെറിയ ചരിവുണ്ടെന്ന് അത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉണ്ടാവും. പിന്നെ ചാർജ് ചെയ്യുന്ന കാര്യം പറഞ്ഞു ഇല്ല, ഒന്ന് സ്റ്റാൻഡ് വണ്ടിയുടെ ട്രങ്ക് അൺലോക്ക് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. കണ്ടോ, ട്രങ്ക് സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഈ സിമ്പിൾ ഉണ്ടാവും. സിംഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രങ്ക് അൺലോക്ക് ആവും. ട്രങ്ക് അൺലോക്ക് ആകുമ്പോൾ ചാർജറുണ്ട്. ചാർജർ നോർമലായിട്ടുള്ള ഏത് പ്ലഗിലും കുത്താൻ ഒരു കുഴപ്പമില്ല. പവർ പ്ലഗ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഈ ഗ്രിഡ് ഉണ്ടല്ലോ, ഈ ഗ്രിഡ് ഇവിടെ കയറും. കണ്ടോ, ഫുള്ള് കയറുമ്പോൾ ഇവിടെ ഗ്യാപ്പ് കാണൂല. കണ്ടോ, ആ ഒരു ഗ്യാപ്പ്, ഇതാണ് നോർമലായിട്ടുള്ളത്. പിന്നെ എടുക്കാനും തിരിച്ചിങ്ങനെ പുള്ള് ചെയ്തെടുത്താൽ പ്രശ്നമൊന്നുമില്ല. ഫുള്ളായിട്ട് എന്താ ചെയ്യാനൊക്കെ ചെയ്യും. കയറാനും തിരിച്ച് വലിച്ചെടുക്കാനും ഇച്ചിരി പാകം വരും. ഇപ്പോൾ ആയിട്ട് ആവുന്ന സമയത്ത് സൗണ്ട് കണ്ടോ. പിന്നെ ചാർജ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്ലഗ് വെക്കുന്ന ഇതായിരിക്കും. പിന്നെ കവർ ഫുള്ള് മാറ്റിയിട്ട് വേണം ചാർജിനിടാൻ. ഈ യൂസർ മാനുവൽ മാറുമ്പോൾ ഇവിടെ ഒരു ഫാനുണ്ട്. ആ ഫാൻ ഒന്നുകിൽ ഇങ്ങനെ വെക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുക. ഫാൻ മറിഞ്ഞ് കിടക്കുന്ന രീതിയിൽ ചാർജ് ചെയ്യരുത്. ഹെൽമെറ്റ് രണ്ടുണ്ട്. ജോസഫ് ഫോട്ടോ എടുത്തോ? എടുത്തല്ലോ. വണ്ടി വെളിയിൽ ഇറങ്ങി തരുന്നുണ്ട്. വണ്ടി വേണം.